അപ്പോൾ അവള് ആ 2 ദിവസത്തെ ക്ലാസ്സിൻ്റെ ലെവലിൽ വീട്ടിലത്തെ വണ്ടി എടുത്ത് നോക്കി. അപ്പോൾ അവൾക്ക് കയറ്റത്തിൽ നിന്ന് എടുക്കാൻ പറ്റണില്ല, ചെറുതായിട്ട് ബാക്കോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പഠിച്ചു വെച്ച കാര്യം അവളോട് തന്നെ ഞാൻ കയറ്റത്തിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ നിന്ന് എടുത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യും? ആലോചിക്കുന്നേ കിളി പോയിരിക്കണോ? അപ്പൊ ഇപ്പൊ ഏത് ഗിയറിലാ ഉള്ളേ? അപ്പൊ എങ്ങോട്ടാണോ? ഓക്കെ, എന്നായിരുന്നു വീഴാഞ്ഞേ? ഓക്കെ ഓക്കെ, ഞാൻ എന്റെ കാലിൽ കാണുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ ചവിട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ. ഇൻഡിക്കേറ്റർ ഇട്ടോ. അപ്പൊ ഇതൊരു നല്ല കയറ്റമാണ്. അപ്പൊ നല്ല കയറ്റമാണെന്ന് നമുക്ക് നമ്മുടെ പിള്ളേരെ കാണിച്ചു കൊടുക്കണേ. നീ ബാക്കോട്ട് പോകണം, എന്ത് ചെയ്യണം? ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. ബാക്കോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് മോളെ, അപ്പം ഓരോ സ്റ്റേജിലും ഓരോ ലെവലുണ്ട്. ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ ചിലപ്പോൾ ക്ലച്ചിന്റെ വൈബ്രേഷൻ കിട്ടിക്കോളുന്നില്ല. നേരത്തെ താത്ത എടുത്തു പോയപ്പോൾ താത്താക്ക് ഫസ്റ്റത്തെ കിട്ടി. അപ്പൊ നമ്മളൊരു 3 പ്രാവശ്യമൊക്കെ ക്ലച്ചിന് എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും കേട്ടോ. ഇനി ഒന്ന് ബ്രേക്കിന്ന് മെല്ലെ ഒന്ന് എടുത്ത് നോക്കിയേ. ബ്രേക്കിന്ന് കണ്ടോ, അങ്ങനെ ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ലല്ലോ. ഞാൻ ഇനി നീ വാവുണ്ട് എന്റെ വണ്ടി, ഇനി ഇച്ചിരി ആക്സിഡന്റ് കൊടുക്കും. വെച്ചേ ഇച്ചിരി കൊടുത്ത്. ഓക്കെ, ഓഫ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കണ്ടിന്യൂ, സ്റ്റാർട്ട് ആക്കി പറഞ്ഞതാ. അപ്പൊ തെറ്റും നോ പ്രോബ്ലം. പ്രശ്നം നമുക്കിവിടെ തീർക്കുവാണ്. ഈ പ്രശ്നം നമ്മളിവിടെ പരിഹരിക്കുവാണ്. അപ്പൊ ബ്രേക്കിന്ന് നേരെടുത്ത വണ്ടി പിറകോട്ട് പോകും. ഫസ്റ്റത്തെ ക്ലച്ചിന്റെ വൈബ്രേഷനിൽ ചിലപ്പോൾ നമുക്ക് വണ്ടി ബാക്കോട്ട് പോകാതെ നിന്നോളണം എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് മെല്ലെ പൊക്കി. ഫസ്റ്റത്തെ വൈബ്രേഷൻ വന്നു, വരൂ കേട്ടോ. വന്നു വെയിറ്റ്. അങ്ങനെ വന്ന സമയത്ത് ഇനിയിപ്പോ ക്ലച്ച് നീ പൊക്കുകയും ചെയ്യരുത്, താഴോട്ട് ചവിട്ടുകയും ചെയ്യരുത്. വെയിറ്റ്. ബ്രേക്ക് നമ്മൾ ഉപ്പ് നോക്കണ പോലെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി. നമ്മൾ ചൂടുള്ള കറി മെല്ലെ ഒന്ന് നാക്കിൽ വെച്ച് നോക്കില്ല, ഒന്ന് ജസ്റ്റ് മെല്ലെ ഒന്ന് എടുത്ത് നോക്കിയേ. ഞാൻ പറയണ പോലെ അല്ല നീ ചെയ്യണേ. ക്ലച്ച് ചവിട്ടി പിടിച്ചേ. ഞാനൊന്ന് പറയണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ബ്രേക്കിന്ന് കാലെടുത്ത് നമ്മുടെ വണ്ടി എങ്ങോട്ട് പോകും? ബാക്കോട്ട് പോകും. നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ട് അല്ല എടുക്കണം കേട്ടോ. അപ്പൊ ക്ലച്ച് നമ്മൾ മെല്ലെ പൊക്കി. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് നമ്മളിവിടെ ഒരു വൈബ്രേഷനെ കൊണ്ടുവരും. മെല്ലെ ഒരു ജെർക്കിങ് വരും. ഒരു ജെർക്കിങ് വന്നു. ഈ ജെർക്കിങ് വന്നപ്പോ ഇനി നീ പൊക്കാനും നിൽക്കരുത്, താഴോട്ട് ചവിട്ടാനും നിൽക്കരുത്. അവിടെ വെയിറ്റ് ചെയ്തു, അവിടെ നിർത്തി. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുക, ഒരു 10 വരെ ഉണ്ടെങ്കിൽ നമ്മളൊരു 3-ലെത്തി ഇങ്ങനെ നിൽക്കുവാണ്. ആ 3-ൽ നമ്മൾ ഇനി 2-ലോട്ടും പോകരുത്, 4-ലോട്ടും പോകാത്ത സ്റ്റേജിൽ അങ്ങനെ അതേപോലെ അവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. ആ സമയത്ത് ജസ്റ്റ് കറിയിൽ നമ്മൾ ഉപ്പ് നോക്കണമല്ലോ. ജസ്റ്റ് നമ്മൾ എന്താക്കി, ക്ലച്ച് മെല്ലെ ബ്രേക്ക് മെല്ലെ മതി. അപ്പൊ നമ്മുടെ വണ്ടി ബാക്കോട്ട് കൊണ്ട്. അപ്പൊ നമ്മൾ പൊക്കിയ ക്ലച്ച് എന്തായിട്ടില്ല, ആ ക്ലച്ചിന്റെ ലെവലിലെത്തിയില്ല. അപ്പൊ വീണ്ടും നമ്മൾ മെല്ലെ ഒന്ന് പൊക്കി വെയിറ്റ് ചെയ്തു. അപ്പൊ നേരത്തെ ഇച്ചിരി കൂടെ സൗണ്ട് വന്നു. അപ്പൊ വീണ്ടും നമ്മൾ ആ ബ്രേക്കിന് നമ്മൾ മെല്ലെ സോഫ്റ്റ് ആക്കി ഒന്ന് എടുത്തു നോക്കി മെല്ലെ. എന്നിട്ടും അങ്ങോട്ട് കൊണ്ട് വണ്ടി ബാക്കോട്ട് കൊണ്ട്, കാരണം നല്ല കയറ്റമാണ്. അപ്പൊ വീണ്ടും നമ്മൾ ആ ക്ലച്ചിനെ എന്ത് ചെയ്തു, ഒന്നും കൂടെ പൊക്കി മെല്ലെ സോഫ്റ്റ് ആയിട്ട്. അവിടെ വെയിറ്റ് ചെയ്തു. ഇനി താഴോട്ടും പോകരുത്, മേലോട്ടും. അപ്പൊ ക്ലച്ച് ഇപ്പൊ ഏകദേശം 10 സ്റ്റെപ്പുള്ള ക്ലച്ച് 5ന്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പൊ ഇനി 4-ലോട്ടും പോകരുത്, 6-ലോട്ടും പോകരുത്. അറിയാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് ഇട്ടാ. ബ്രേക്കിന്ന് മെല്ലെ ഒന്ന് കാലെടുത്ത് നോക്കിയാ. ബ്രേക്കിന്ന് മെല്ലെ. ഓക്കെ, അപ്പോഴും വണ്ടി എങ്ങോട്ടാ പോണേ? ബാക്കോട്ടാ പോണേ. അപ്പൊ ഒരു പൊടിക്കും കൂടെ വീണ്ടും ക്ലച്ചിനെ നമ്മൾ പൊക്കി. ഓക്കെ, വെയിറ്റ് ചെയ്തു. ഇനി ബ്രേക്കിന്ന് കാലെടുത്ത് നോക്കി. മെല്ലെ ഒന്ന് എടുത്ത് നോക്കി. മെല്ലെ എടുക്ക്, ബ്രേക്കിന്ന് എടുത്ത് മാറ്റിക്കുക. ബ്രേക്കിന്ന് കാല് മാറ്റേ. ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ നിക്കണോ? ഇനി നീ ക്ലച്ച് പൊക്കിയ എന്റെ വണ്ടി ഇവിടെ ഓഫ് ആവും. ഇനി നീ ക്ലച്ച് ഇപ്പൊ എടുത്ത് ഓടരുത്. ആക്സിലേറ്റർ കൊടുത്താൽ സൗണ്ട് വരട്ടെ. മെല്ലെ ആക്സിലേറ്റർ ചവിട്ടിക്കോ. ആക്സിലേറ്റർ ചവിട്ടി സൗണ്ട് വരട്ടെ. ചവിട്ടി ഇച്ചിരി കൂടെ. അതങ്ങനെ അവിടെ വെച്ചു. ഇനി ആ ആക്സിലേറ്റർ ഒഴിവാക്കരുത്. ഇനി ആ ക്ലച്ചിനെ നമ്മൾ സ്നേഹിക്കുവാണ്. മെല്ലെ സോഫ്റ്റ് ആയിട്ട് എടുത്ത് ഓടരുത്. വണ്ടീൻ്റെ ഒരു അകലം, ഒരു വണ്ടിക്ക് ഇത്ര നീളം ഉണ്ടെങ്കിൽ ഈ ലെവൽ വരെ നമ്മൾ ക്ലച്ചിനെ സപ്പോർട്ട് ചെയ്തു. ഇനി നീ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് മാറ്റി നോക്കിയേ. നിനക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ പൊന്നുമോള്? വെക്കുക, എന്റെ ക്ലച്ച് കേടാവും. ഇനി അടുത്തേൽ പഠിക്കാം കേട്ടോ.